ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്, സ്വഹാബിമാർ ആരുണ്ടോ അവരെല്ലാവരും ജീവിച്ചത് അങ്ങനെയാണ്. താബിഈങ്ങൾ എങ്ങനെയാണോ അവരെല്ലാവരും ജീവിച്ചത് അങ്ങനെയാണ്. അതുപോലെ തന്നെ തബഉ താബിഈങ്ങൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ജീവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടാണ്. ഇമാമിയങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ ജീവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു പുതിയ രീതിശാസ്ത്രം ചില ആളുകൾ കണ്ടുപിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഒരു പുതിയ അളവുകോൽ ചില ആളുകൾ കണ്ടുപിടിച്ചു. ഹിജ്റ 300 ശേഷം ഹിജ്റ 360 മറ്റോ ആയി, അധികം താമസിച്ചിട്ടല്ല. ചില ആളുകൾ പറയാറുള്ളത് ഹിജ്റ 600 മലിക്കുൽ മുദഫറാണ് ഇത് ചെയ്തതെന്നാണ്. അല്ല, മലിക്കുൽ മുദഫർ അല്ല, മറിച്ച് ഹിജ്റ 300 ശേഷം 360, അതുപോലെ തന്നെ 400 ഇടയിൽ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂ ഹാമിദ് അൽ ഗസ്സാലി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഉബൈദിയാക്കൾ ആരാണ്? ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന, ബാത്തിനിയാക്കൾ അറിയപ്പെടുന്ന ഫദായിഹുൽ ബാത്തിനിയ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതി. അബൂ ഹാമിദ് അൽ ഗസ്സാലി, ഇമാം ഗസ്സാലി എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഒരു കിതാബ് എഴുതി. എന്താണ്? ഫദായിഹുൽ ബാത്തിനിയ. ബാത്തിനിയാക്കൾ, ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവരാരാണ്? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കുഫാറുകളായ, കാഫിറുകളായ ആളുകൾ പലതും പല കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു പരിപാടിയാണ് കാഫിറുകളായ ആളുകൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്ന പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ചുകൊണ്ട് അതിനിടയിൽ കുത്തിത്തിരപ്പുണ്ടാക്കാൻ നോക്കുക. അതിൽപ്പെട്ടതാണ് റാഫിദിയാക്കളുടെ ഉത്ഭവം, അതിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പല ആളുകളുടെയും ഉത്ഭവം. അങ്ങനെ ഉത്ഭവിച്ച ഒരു കൂട്ടമാണ് ബാത്തിനിയാക്കൾ. ബാത്തിനിയാക്കളുടെ അകം കുഫ്റാണ്, പുറം റാഫിദിയത്താണ്. റാഫിദിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും മുസ്ലിമീങ്ങളല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ശപിക്കപ്പെട്ടവരാണ്. നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ വ്യഭിചാരിണിയാണ്. അതുപോലെ തന്നെ മറ്റു പല ആരോപണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ കുറിച്ച്, നമ്മളുടെ ഉമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു വിഭാഗമാണ് ആര്? റാഫിദികൾ. ഈ ബാത്തിനിയാക്കൾ ആരാണ്? പുറമേ റാഫിദികളാണ്, അകമേ പച്ച കാഫിറുകളാണ്. റാഫിദികൾ കാഫിറുകളാണ്. ഇനി ഇവരുടെ പുറമോടി തന്നെ റാഫിദികളാണ്, ഉള്ളിൽ പച്ച കാഫിറുകളാണ്. അങ്ങനെയുള്ളൊരു കൂട്ടരാണ് ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാൽ. അവർ കാഫിറുകളാണ് എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ ഇടയിൽ എന്തില്ല? പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമ്മളുടെ നാട്ടിലെ സമസ്തക്കാരും സൂഫികളൊക്കെ അംഗീകരിക്കും അവർ കാഫിറുകളാണെന്ന്. ആ ആളുകൾ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതെന്ന് ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചു തരാം. അങ്ങനെ അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ് മൗലിദ് ആഘോഷം എന്ന് പറയുന്ന പരിപാടി. അവരാണിത് കണ്ടുപിടിച്ചത്. ഇനി അവരതിന് കണ്ടുപിടിച്ച ഡേറ്റ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണെന്ന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം കൃത്യമായി നമുക്ക് അറിയുകയില്ല. ഒരു അഭിപ്രായം ഇത് തന്നെയാണെന്ന് പറയാൻ ഒരു ആലിമിനും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. എന്നാൽ ഇതാകാം ശരി എന്ന് പറഞ്ഞ് 8 ആണെന്ന് പറയുന്നവരുണ്ട്, 12 ആണെന്ന് പറയുന്നവരുണ്ട്, പലതുമുണ്ട്. എന്നാൽ ബാത്തിനിയാക്കൾ ഇതിനു വേണ്ടി കണ്ടുപിടിച്ച ദിവസം റബീഉൽ അവ്വൽ 12 ആണ്. ആ റബീഉൽ അവ്വൽ 12 അവർ കണ്ടുപിടിക്കുന്നത് ബാത്തിനിയാക്കളായ കാഫിറുകളാണ് അവർ എന്നതുകൊണ്ട് തന്നെ ഒരു സംശയവും കൂടാതെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസമാണത്. അതിലാർക്കും സംശയമില്ല. ആ 12 തന്നെ ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചതാരാണ്? ബാത്തിനിയാക്കളാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞ ഒരു ദുഃഖദിനം ആചരിക്കൽ നമ്മളെ പരിപാടിയില്ല. മറിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്? ആണ്ട് കഴിക്കലും മറ്റുമൊക്കെയായി മരണദിനവും ചരമദിനവും, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം എന്ന് കർബല ദിനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും അവരെന്ത് ചെയ്യാറുണ്ട്? ഷിയാക്കളുടെ മാർഗം പിൻപറ്റി നമ്മളുടെ നാട്ടിലും സമസ്തക്കാരെ പോലുള്ള ആളുകൾ അങ്ങനെ മരണ ദിവസം, ചരമ ദിവസം കൊണ്ടാടാറുണ്ട്. അതുപോലെ തന്നെ ബാത്തിനിയാക്കൾ കണ്ടുപിടിച്ച മറ്റൊരു കണ്ടുപിടുത്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജയന്തി എന്നറിയപ്പെടുന്ന ജന്മദിനം കൊണ്ടാടുക എന്ന് പറയുന്ന പരിപാടി. ഒരിക്കലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ഇത് ചെയ്തിട്ടില്ല, തബഉ താബിഈങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ഒരു സലഫുകളിൽപ്പെട്ട ഒരു നല്ലവരും ഇത് ചെയ്തിട്ടില്ല. മറിച്ച് ഇത് ചെയ്തവരാരാണ്? ഇത് ബാത്തിനിയാക്കൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ്. എന്നാൽ പാവപ്പെട്ടവരായ മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും റാഫിദികളിലൂടെ ഇത് കടന്നു വന്ന് ഷിയാക്കൾ ഏറ്റുപിടിച്ച്, അങ്ങനെ ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റുപിടിച്ച് ലോകം മുഴുവൻ മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ മുഴുവനായി വലിയൊരു ആഘോഷമായി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അങ്ങനെ തുടങ്ങി വെച്ച പരിപാടിയാണ് റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മളുടെ നാട്ടിലും ഇത് വളരെ കെങ്കേമമായി കൊണ്ടു നടക്കാറുണ്ട്. അതിനുള്ളിൽ പല ഹറാമുകളും അവർ കടത്തിക്കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രം തന്നെ ഹറാമാണ്.
കാരണം ഇത് ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തുകളും ഹറാമാണ്, ളലാലത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ആഘോഷിക്കുന്നവരായ പല മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ പല ആളുകളുമുണ്ട്, അറിയാതെ, ഇതിന്റെ കാര്യമറിയാതെ, ഇതിന്റെ ഗൗരവം അറിയാതെ. സഹോദരങ്ങളെ, അവരെ അള്ളാഹുവിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم.